നമ്മളെപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ജിൻഡോയുടെ ചില നിരീക്ഷണങ്ങൾ വളരെ സത്യമായിട്ട് വരുന്നത് നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇന്നലത്തെ ലൈവിൽ തന്നെ അൻഫിബയും ജിൻഡോയും അഭിഷേകും ഋഷിയൊക്കെ നോറയെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അൻഫിബ, ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അൻഫിബ ഇങ്ങനെ നോറയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ജിൻഡോ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നോറ ഭയങ്കര ബുദ്ധിപരമായിട്ടാണ് കളിക്കുന്നത്. അവളിപ്പോൾ പുറത്താക്കിയത്, റസ്മിനെ പുറത്താക്കാനുള്ള കാരണം കൂടെ അവളാണ്. അവൾ കളിച്ച് റസ്മിൻ ഏതായാലും പുറത്തു പോയി. അത് ജിൻഡോ ഉദ്ദേശിച്ച് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം നോമിനേഷനിൽ നമ്മൾ അൻഫിബയെ കൊണ്ട് നോമിനേറ്റ് ചെയ്യാതെ അങ്ങനെ വന്നു. ഒരുപക്ഷെ റസ്മിനും കൂടെ നോറയും കൂടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ റസ്മിനോ നോറയോ ആരെങ്കിലും ഒരാളായിരിക്കും പുറത്തു പോകുന്നത്. അതാണ് ജിൻഡോ ഉദ്ദേശിച്ചത്. ഇനി അവൾ കളിക്കാൻ പോകുന്നത് അൻഫിബയ്ക്കും ശ്രീധുവിനും എതിരായിരിക്കും. അത് 100% ഉറപ്പ് എന്ന് പറഞ്ഞ് ഇപ്പോൾ അൻഫിബ പറയുന്നുണ്ട് അത് എനിക്കറിയാം എന്ന് പറയുമ്പോൾ തന്നെ മറുവശത്ത് നമ്മുടെ ഫായിയും എല്ലാവരും കൂടി ഇരുന്ന് അൻഫിബയുടെ കുറ്റം പറയുന്ന നോറയെ നമുക്ക് കാണാം. നോറ അത്രയും നേരം അൻഫിബയുടെ റസ്മിൻ പോകുന്നതിന് മുമ്പ് അൻഫിബത്ത എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുന്ന നോറ ഇപ്പം അപ്പുറത്ത് നിന്ന് നമ്മുടെ ഫായി എടുത്ത് അൻഫിബയുടെ കുറ്റം പറയുകയാണ്. അൻഫിബയാണ് എല്ലാത്തിനും കാരണം. ജാസ്മിനെ അന്ന് ജയിൽ നോമിനേഷനിൽ വിടാനുള്ള കാരണം അൻഫിബയാണ്. അൻഫിബ മനഃപൂർവ്വം മിണ്ടാതിരുന്നതാണ്. റസ്മിനെ കൊണ്ട് ജാസ്മിനെ നോമിനേറ്റ് ചെയ്യണമെന്നുണ്ട് അൻഫിബയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ഗെയിം കളിച്ചതാണ് എന്നൊക്കെ പറയുന്ന കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നോറയാണ് നമുക്ക് അപ്പുറത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ജിൻഡോ എത്ര കൃത്യമായിട്ട് ഇത് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഒരു വശത്ത് നോറയുടെ കാര്യങ്ങൾ ജിൻഡോ പറയുന്നത് ഇനി അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് അൻഫിബയും ശ്രീധുമായിരിക്കും. 100% ഉറപ്പാണ്. അവൾ വിചാരിച്ചതുപോലെ തന്നെ അവൾ റസ്മിനെ പുറത്താക്കി. ഇനി അവൾ ടാർഗറ്റ് ചെയ്യുന്നത് അൻഫിബയും ശ്രീധുവിനെയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൈവിൽ തന്നെ മറുവശത്ത് ഫായിയോട് അൻഫിബയുടെ കുറ്റങ്ങൾ ഇങ്ങനെ ഓരോന്നായി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന നോറയും കാണാം. അതാണ് ഞാൻ പറയുന്നത്. നോറ അത് കറക്റ്റായിട്ട് മഹനത്ത് കണ്ടപ്പം ജിൻഡോ മനസ്സിൽ കണ്ടു എന്നുള്ളതാണ്. നോറയുടെ ഗെയിം അങ്ങനെയാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് അൻഫിബയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജിൻഡോയോട് അൻഫിബ പറയുന്നുണ്ട് അത് നേരത്തെ തന്നെ എനിക്കറിയായിരുന്നു. ഞാനത് നേരത്തെ വീഡിയോയ്ക്കകത്ത് പറയുന്നത് എൻ്റെ ഔദാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം നോമിനേഷനിൽ വിടാതിരുന്നത് അൻഫിബയുടെ ഒരു ഔദാര്യം തന്നെയാണ്. നോറയും കൂടെ വന്നിരുന്നെങ്കിൽ റസ്മിനോ നോറയോ ഇവരാരെങ്കിലും ഒരാൾ പുറത്തു പോകേണ്ടി വന്നു. അതുപോലെ ചിലപ്പം റസ്മിനായിരിക്കണമെന്നില്ല, ചിലപ്പോൾ നോറയും ആകാം അല്ലേ? അതുതന്നെയാണ് ജിൻഡോ പറഞ്ഞത്.